നിങ്ങളൊരു നേഴ്സാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് പറയുന്നത് എങ്ങനെ ഒരു നേഴ്സിന് ഇവിടെ യുഎഇയിൽ അല്ലെങ്കിൽ ദുബായിൽ വന്ന് ജോലി കിട്ടാമെന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് എന്തൊക്കെ സ്റ്റെപ്പുകൾ വേണമെന്നുള്ളത്. അപ്പം ഹബീബി കം ടു മൈ ചാനൽ. നിങ്ങളൊരു നേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ദുബായിൽ അല്ലെങ്കിൽ യുഎഇയിൽ വന്നിട്ട് എങ്ങനെ ജോലി കണ്ടെത്താം, അല്ലെങ്കിൽ ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ആണ്. ഇവിടെ യുഎഇയിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നേഴ്സസിന് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനുകളെയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. അതായത് ഒന്ന് BSc നേഴ്സ്, 2 GNM. നിങ്ങൾ ഈ പറയുന്ന അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇപ്പോൾ BSc നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓതറൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂഡ് ആയിട്ടുള്ള ഇവിടെ യുഎഇയിൽ വാല്യൂഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടേണ്ടത്. അതുപോലെ GNM ആണെങ്കിലും ഇവിടെ UAEയിൽ വാല്യൂഡ് ആയിട്ടുള്ള നഴ്സിംഗ് കൗൺസിലിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ വേണം. കാര്യം ഞാനിത് പറയാൻ കാര്യം, പലരും നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല പുറത്ത് പോയിട്ട് കേരളത്തിന് പുറത്തുള്ള പല പല സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ BSc ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ആ സർട്ടിഫിക്കേഷന് പുറം രാജ്യത്ത് ഓതറൈസ്ഡ് ആണോ എന്ന് നോക്കണം. ഈവൻ ഡിപ്ലോമ ആണെങ്കിലും അല്ലെങ്കിൽ GNM ആണ് നിങ്ങൾ പഠിക്കുന്നെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള നഴ്സസ്മാരാണെന്ന്. അതിനകത്തിൽ BSc നേഴ്സിന് മാത്രമേ UAEയിൽ RN ആയിട്ട്, അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. GNM ഉള്ള ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിൽ പോസ്റ്റ് BSc എടുക്കുന്ന ഒരു GNMകാർക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്തേക്കാം. ഈ പറഞ്ഞ ലോ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ റിക്വയർമെന്റ്സിലെ രണ്ടാമത്തെ ഘടകമാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ പലർക്കും അറിയാം, നിങ്ങൾ പലരും വേണമെങ്കിൽ ഒരു പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഇപ്പം യൂറോപ്യൻ രാജ്യത്തിലോട്ടുള്ള ഒരു നേഴ്സുമാർ ഒരു ഒഴുക്ക്, ഈ ഒഴുക്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് IELTS, TOEFL അങ്ങനെയുള്ള, ഇനിയും ചിലപ്പം ചില രാജ്യത്ത് ഈ OET വേണം. അപ്പം അങ്ങനെയുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയോട് പോകാൻ പറ്റൂ. എന്നാൽ ഇവിടെ നിലവിലിപ്പം ഈ പറയുന്ന നമ്മുടെ UAEയിൽ ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, IELTS പോലുള്ളൊരു ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മാൻഡേറ്ററി ആയിട്ടുണ്ട്. ലൈക്ക് യൂറോപ്യൻ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ കനേഡിയൻ ഹോസ്പിറ്റൽ, ലണ്ടൻ കിങ്സ് ലണ്ടൻ ഹോസ്പിറ്റൽ, അതുപോലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോൾ അവർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് മാൻഡേറ്ററി അല്ല. പക്ഷെങ്കിൽ അങ്ങനെ മാൻഡേറ്ററി അല്ലെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ലാംഗ്വേജ് പോളിഷ് ചെയ്തുകൊണ്ട് തന്നെ വരണം. കാര്യം നമ്മുടെ നാട്ടിലൊരു ഡിഗ്രി കഴിഞ്ഞ ഒരു അല്ലെങ്കിൽ ഒരു GNM കഴിഞ്ഞ ഒരാളാണെങ്കിൽ നാട്ടിൽ ജോയിൻ ചെയ്താൽ നമ്മൾ അതായത് പേഷ്യൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായിട്ടോ ആരുമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ്ക് മലയാളമാണ്. എന്നാൽ നിങ്ങൾ ഈ UAEയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിയാണ്, UAE എന്ന് പറയുമ്പോൾ ഒരു മലയാളികളുടെ ഒരു കുഞ്ഞു കേരളമെന്ന് വേണമെങ്കിൽ നമ്മൾ വിശേഷിപ്പിക്കാമെങ്കിലും UAE ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകളെന്ന് പറയുന്നത് പല രാജ്യത്തു നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. ലൈക്ക് യൂറോപ്യൻസ് ഉണ്ടാവും, ഏഷ്യൻസ് തന്നെ പല കൺട്രികളിൽ വന്നിട്ടുണ്ടാവും, അമേരിക്കൻസ് ഉണ്ടാവും, കനേഡിയൻസ് ഉണ്ടാവും, ഓസ്ട്രേലിയൻസ് ഉണ്ടാവും. അങ്ങനെ പല ലോകത്തിൻ്റെ പല കോണിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോമൺ സ്പീക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു മല്ലു ക്ലിനിക്കിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതൊരു ലോങ് റണ്ണായിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കിങ്സ് ലണ്ടൻ പോലെ അല്ലെങ്കിൽ അമേരിക്കൻ ഹോസ്പിറ്റൽ പോലെ അതുപോലെയുള്ള കനേഡിയൻ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു വലിയ മൾട്ടിനാഷണൽ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലുകളിലേക്കാണ് നിങ്ങളുടെ ഒരു ജോലി കിട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ലാംഗ്വേജ് ക്ലിയർ ചെയ്ത് ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടാനും ഈ പറഞ്ഞ ഇതുപോലെയുള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടാനും സാധ്യതയുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ്. ഈ UAE എന്ന രാജ്യത്ത് ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ IELTS അല്ലെങ്കിൽ OET അതുപോലെ മതി. ഇനി ജർമ്മനി പോകുന്ന ഒരാളാണെങ്കിൽ ജർമ്മൻ പഠിക്കണം. പക്ഷെങ്കിൽ ഇവിടെ UAEയിൽ വന്നിട്ട് UAEയിൽ ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യേണ്ട ഒരു നേഴ്സാണ് നിങ്ങൾ. ഹെൽത്ത് കെയറിൽ ഏത് പ്രശ്നം ആയിക്കോട്ടെ, ഞാനിപ്പോൾ നേഴ്സ് എന്ന് പറയുന്നതുകൊണ്ടാണ് നേഴ്സ് പറയുന്നത്. നിങ്ങളൊരു നേഴ്സാണ്, നിങ്ങൾ ഇവിടെ ഒന്ന് UAEയിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ UAEയിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് അതോറിറ്റീസിൻ്റെ ഏതെങ്കിലും ഒരു ലൈസൻസ് നിങ്ങൾ
നിങ്ങൾ പാസ്സായ ലൈസൻസ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഏതൊക്കെ ലൈസൻസ് ആണെന്നും ഏതൊക്കെ എമിറേറ്റ്സിൽ ഏതൊക്കെ ലൈസൻസ് ആണെന്നുള്ളത് പറയാം. നമുക്ക് ആദ്യം ദുബായിയുടെ പറയാം. ദുബായിയുടെ എന്ന് പറയുന്നത് DHA എന്ന് പറയുന്ന അതോറിറ്റി, അതായത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ആണ് വേണ്ടത്. അതായത് ദുബായ് എമിറേറ്റ്സിൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ദുബായിയുടെ DHAയുടെ ലൈസൻസ് എക്സാം എഴുതി പാസ്സായി DHA ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. ഇനി നമുക്ക് അബുദാബി എമിറേറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അബുദാബിക്ക് ഹാദ് ആണ് വേണ്ടത്, അതായത് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബിയുടെ ലൈസൻസ് ആണ് വേണ്ടത്. അപ്പോൾ അബുദാബി എമിറേറ്റ്സിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഹാദ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള എമിറേറ്റ്സുകൾ നോക്കാം. അതായത് ഷാർജ, ഫുജൈറ, അജ്മാൻ, റാസൽ ഖൈമ ഇതുപോലെയുള്ള എമിറേറ്റ്സുകളിലേക്ക് വേണ്ട ഒരു ലൈസൻസ് എന്ന് പറയുന്നത് MOH, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നോർത്തേൺ എമിറേറ്റ്സ്. ഈ ഒരു MOH ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാക്കി ദുബായ്, അബുദാബി ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ എമിറേറ്റ്സുകളിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇനി DHA കൂടാതെ തന്നെ ദുബായിയുടെ വേറെ ഒരു ഹെൽത്ത് അതോറിറ്റി ഉണ്ട്, DHCC, അതായത് ദുബായ് ഹെൽത്ത് കെയർ സിറ്റി, അതായത് DHCC. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിൽ വർക്ക് ചെയ്യാം. ഇനി നിങ്ങളിപ്പോൾ ചോദിക്കും, ഹാദുള്ള ഒരാൾക്ക് അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ DHAയിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? നിലവിൽ DHA ഉള്ള ഒരാൾക്ക് ദുബായിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ദുബായ്ക്ക് അപ്പുറത്തുള്ള എമിറേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണം. അത് ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അബുദാബിയിലാണ് ജോലി കിട്ടിയത്, നിങ്ങൾക്ക് DHA ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ നിങ്ങളെ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് അങ്ങനെ ഹോസ്പിറ്റലുകൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളത് DHA എന്ന് ഹാദിലോട്ട് കൺവേർട്ട് ചെയ്യണം. ട്രെയിനിങ് ലൈസൻസ്, അതായത് നിങ്ങൾക്ക് ലൈസൻസ് വേണം, ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഈ ലൈസൻസ് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡേറ്റാ ഫ്ലോ വേരിഫിക്കേഷൻ ആണ്. ഈ ഡേറ്റാ ഫ്ലോ വേരിഫിക്കേഷൻ ചെയ്യാൻ ഡേറ്റാ ഫ്ലോ ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടാവും, അവരാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ അതുപോലുള്ള ഈ ഡേറ്റാ ഫ്ലോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങൾക്കിനി ഡേറ്റാ ഫ്ലോയെ കുറിച്ച് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡേറ്റാ ഫ്ലോ എന്താണെന്നോ അല്ലെങ്കിൽ ഡേറ്റാ ഫ്ലോയെ കുറിച്ച് എങ്ങനെ ചെയ്യാവുന്നോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗൾഫിലേക്ക് വരുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡേറ്റാ ഫ്ലോ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളത് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റാ ഫ്ലോ എങ്ങനെ വെരിഫൈ ചെയ്യാം, ഡേറ്റാ ഫ്ലോയുടെ പ്രോസസ്സ് A to Z ആ വീഡിയോയിലുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ വേഗമായിട്ട് ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. ഈ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷന് വേണ്ട ഡോക്യുമെൻറ്റ്സിലെ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് കോപ്പി തന്നെയാണ്. പാസ്പോർട്ട് കോപ്പി ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അടുത്ത ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇന്ത്യൻ എംബസി വഴി നിങ്ങളുടെ A to Z സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യാനും പറ്റൂ, നിങ്ങൾക്ക് DHA എഴുതാനും പറ്റൂ. ഇനി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പാസ്സായി നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും ഈ അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അത് വാല്യൂ ഇല്ല, നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഈവൻ വിസ പോലും നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിസ അടിക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ വിസ നിങ്ങൾക്ക് തരണമെങ്കിൽ പോലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ മറക്കാതെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. ഞാൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ A to Z ഡീറ്റെയിലിനെ കുറിച്ചും വേറൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ അതോറിറ്റിയാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങളുടെ എല്ലാ നഴ്സിംഗ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ് ട്രാൻസ്ക്രിപ്റ്റ്. അതായത് നിങ്ങളുടെ A to Z നിങ്ങളുടെ 3 വർഷത്തെ നിങ്ങളുടെ പഠിച്ച ഫുൾ ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഫ്രഷർ അല്ല, നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ, ആഫ്റ്റർ നിങ്ങളുടെ ഗ്രാജുവേഷൻ നിങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റിൽ, ഏതൊക്കെ സ്ഥലത്ത്, ഏതൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ഹോസ്പിറ്റലുകളുടെ എല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിക്കണം. അത് ഓതറൈസ് ആയിട്ടുള്ള സൈനും സീലും ഉൾപ്പെടെയുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതും നിങ്ങൾ ഈ പറയുന്ന ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുന്നവരെല്ലാവരും ഈ പറയുന്ന നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എല്ലാ ഒറിജിനൽ എവിടെയാണോ അവിടെ പോയി അത് വെരിഫിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും നിങ്ങൾ കീപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കരുത്. അടുത്താണ് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ കോളേജിൽ നിന്നും എല്ലായിടത്തും നിങ്ങളുടെ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ച് കരുതണം. പിന്നെ ചില ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ചില
ഹോസ്പിറ്റലുകളിൽ ചിലർ PCC ചോദിക്കും. അത് മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു PCC എടുത്ത് കൈവെക്കുക. ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ ചോദിച്ചാൽ മാത്രം നിങ്ങൾ PCC കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആ PCC നിങ്ങൾ കൈവെക്കുക. കാര്യം നിങ്ങൾ ദുബായിലൊക്കെ അല്ലെങ്കിൽ UAE വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ആ ഒരു ഹോസ്പിറ്റലുകാർ നിങ്ങളോട് PCC ആവശ്യപ്പെട്ടാൽ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കയ്യിൽ PCC കരുതി വെക്കുക. അപ്പം ഇത്രയാണ് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന് വേണ്ട ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളും. ഇനി ഒബ്റ്റെയിനിങ് ലൈസൻസിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രിപ്പയർ ഫോർ യുവർ എക്സാം ആൻഡ് അറ്റൻഡ് യുവർ എക്സാം. അപ്പോൾ നിങ്ങൾ ഈ DHA പ്രിപ്പയർ ചെയ്യാനൊക്കെ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് DHA പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനൊരു നിങ്ങൾക്ക് അതിനുള്ളൊരു കാലിബർ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അത്രയും പൈസ നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടി കളയണ്ട. ഇതില്ല, അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓതറൈസ് ആയിട്ടുള്ളൊരു DHA ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചാൽ അവർ നിങ്ങളെ ഫുൾ A to Z നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ തരും, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ തരും, മോക്ക് ടെസ്റ്റുകൾ തരും. ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ DHA എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ബേസ്ഡ് ഓൺ യുവർ നഴ്സിംഗ് പ്രാക്ടീസസ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള നഴ്സിംഗ് കോഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊസീജിയർ, ഇതുമായിട്ടൊക്കെ അതായത് A to Z നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിങ് ആൻസറിങ് മെത്തേഡാണ് ഈ പറയുന്ന DHA എക്സാമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വലിയ റിട്ടേൺ ആയിട്ടുള്ള എഴുതുക കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമ്മളൊരു PSC ഒക്കെ പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ നല്ല പ്രിപ്പയർ ആയിട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇഷ്യൂയിങ് ലൈസൻസ്. നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എമിറേറ്റ്സിൻ്റെ ഏത് എക്സാം ആണോ എഴുതിയത്, ലൈക്ക് DHA, HAD, MOH, ഇതിൽ ഏത് എക്സാം ആണോ എഴുതിയത് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ എമിറേറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്തു തരും. അതൊരു നമ്പേർഡ് ലൈസൻസ് ആയിരിക്കും. ഈ നമ്പറിലുള്ള നിങ്ങളുടെ ആ ലൈസൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫ്രഷേഴ്സ്, ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് ഫോർ ഫ്രഷേഴ്സ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ആണ്. അതായത് നിങ്ങളുടെ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ്, അതുപോലെ നിങ്ങളുടെ 3 വർഷത്തെ കോഴ്സ് ട്രാൻസ്ക്രിപ്റ്റ്, ഇതും കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് അതിനകത്തിൽ എററുകളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളത് കീപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടത്. അടുത്തതാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ DHA ഓർ HAD ഓർ MOH ഓർ ലൈസൻസ്. അതുപോലെ തന്നെ പിന്നെ വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് BLS സർട്ടിഫിക്കറ്റ്, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ അതോറിറ്റിയുമായിട്ട്, അതായത് നിങ്ങൾ പഠിച്ച നഴ്സിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ ക്രാഷ് കോഴ്സ് ഉണ്ടാവുമായിരിക്കാം. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന BLS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ട പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും സർട്ടിഫിക്കറ്റുകളൊക്കെ മതിയോ എന്ന്. അല്ല, കുറച്ച് അത് സർട്ടിഫിക്കറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞു മാൻഡേറ്ററി അല്ല, ചിലടുത്ത് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇവിടെ വന്നിട്ട് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു നല്ലൊരു ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാം ജോബ് എല്ലാം ഇൻ്റർവ്യൂ എല്ലാം നിങ്ങൾ ക്രാക്ക് ചെയ്തു, അവർ ഇതുപോലെ PCC ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി നഷ്ടപ്പെടാൻ സാധ്യതയാവും. അപ്പം അതിന് വേണ്ട അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങൾ PCC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പം UAE വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു മെഡിക്കൽ എടുക്കണം. നിങ്ങൾ മെഡിക്കൽ എടുത്ത് നിങ്ങൾ മെഡിക്കൽ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റൂ. എങ്കിൽ പോലും ചില സമയത്ത് ഈ കൊറോണ സമയത്തൊക്കെ ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപാട് ആവശ്യമായിരുന്നു. കാര്യം നാട്ടിൽ നിന്ന് ഈ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് നാട്ടിൽ നിന്ന് കയറി വരുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കയറി വരാനും ജോലിക്ക് അപ്ലൈ ചെയ്യാനും ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ പറയാം, റെയർ കേസിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ നമുക്ക് അതിനെന്താ പറയുക, നമുക്കില്ല എന്ന് പറയണ്ട. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്താണ് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ നേഴ്സിംഗ് കൗൺസിൽ വഴിയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഏത് നേഴ്സിംഗ് കൗൺസിലാണോ ആ നേഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ച് കയ്യിൽ വെക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു ഫ്രഷേഴ്സിന് വേണ്ട ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ്. നിങ്ങൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ്ഡുള്ള ആളുകൾക്കും നിങ്ങൾ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതി വെച്ചിരിക്കണം. നിങ്ങൾക്കിത് കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്തതാണ് സ്റ്റെപ്പ് 5, ജോബ് സെർച്ചിങ് ആൻഡ് അപ്ലൈയിങ്. UAE കുറച്ച് ജോബ് പോർട്ടലുകളുണ്ട്. ഈ പറയുന്ന
പറയുന്ന ജോബ് ഹയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പോർട്ടലുകൾ, അതായത് ബെയൂത്ത്, ലിങ്ക്ഡിന്, നൗക്കരി ഗൾഫ്, ഇൻഡീഡ്, ഡുബിസിൽ പോലുള്ള കുറച്ച് പോർട്ടലുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഇവിടെ ദുബായിൽ, അതായത് ദുബായിൽ വർക്ക് ചെയ്യാനെ കൊണ്ട് ആഗ്രഹിച്ച് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദുബായിയുടെ DHA, അതായത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പുതിയൊരു പ്ലാറ്റ്ഫോം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് അത് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തിൽ ഈ പറയുന്ന ദുബായിലുള്ള ഹെൽത്ത് അതോറിറ്റി, അതായത് ഹെൽത്ത് കെയറിൽ ബന്ധപ്പെട്ടിട്ടുള്ള A to Z ജോലിയുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഗവൺമെൻറ് ആയിക്കോട്ടെ, NMC ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ക്ലിനിക്കുകളായിക്കോട്ടെ, അങ്ങനെ A to Z ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേഴ്സിംഗ് മാത്രമല്ല, ഡോക്ടേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്, ടെക്നോളജിസ്റ്റ്, ടെക്നീഷ്യൻസ്, അങ്ങനെ ഏത് ഹെൽത്ത് കെയറിലെ ഏത് മേഖലയിലും വേണ്ട ആളുകൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോമിലുണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ പ്രൈവറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തേർഡ് പാർട്ടി ജോബ് പോർട്ടലിൽ പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തിയാണ് ദുബായിയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന പ്ലാറ്റ്ഫോമിൽ പോകുന്നത്. കാര്യം അവിടെയെല്ലാം ഈ പറയുന്ന ജെന്യൂനായിട്ടുള്ള വേക്കൻസീസ് ആയിരിക്കും വരുന്നത്. ഈ പറയുന്ന കൺസൾട്ടൻസികൾ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ തേർഡ് പാർട്ടി പോർട്ടലിലൊക്കെ കൂടുതലും കൺസൾട്ടൻസീസ് ആണ് ജോബ് ഓപ്പണിങ്സിൻ്റെ വേക്കൻസീസ് ഇടുന്നത്. അവർക്ക് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ വിളിക്കുമ്പോഴായിരിക്കും കൺസൾട്ടൻസിയാണ്, അവർക്ക് വലിയ സർവീസ് ചാർജ് കൊടുക്കണമെന്നൊക്കെ വരും. അങ്ങനെയുള്ള സ്കാമുകളൊക്കെ ഒരുപാട് നടക്കും. അപ്പോൾ ഈ സ്കാമുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ DHAയുടെ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാനും, അതായത് ജെന്യൂനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞ ജോബ് അപ്ലയൻസിലെ ഒന്നാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ്. അത് ഞാനീ പറഞ്ഞ ജോബ് പോർട്ടലുകൾ വഴി നിങ്ങൾക്ക് അവരുടെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഏത് പ്രൊഫൈലാണോ ആ പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന ജോബ് കിട്ടി അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ശരിക്കും നമുക്ക് 3 തരത്തിലുള്ള ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സുകളാണുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു ഓൺലൈന്, 2 ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ്. അതെന്താ ഞാൻ പറയാം. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളുടെ, അതായത് NMC ഹോസ്പിറ്റലുകൾ, മെഡി ക്ലിനിക്കുകൾ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുടെയൊക്കെ ഡയറക്റ്റ് സൈറ്റിൽ കയറിക്കൊണ്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ കാണുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഈ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന UAE ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ CVs അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ HODയിലേക്ക് അല്ലെങ്കിൽ HR നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവരുടെ റിസപ്ഷനിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ഡെസ്കിലോ നിങ്ങൾക്ക് വേക്കൻസീസ് ഉണ്ടോ എന്ന് ചോദിച്ച് നിങ്ങളുടെ CVs നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഈ പറഞ്ഞ ഈ രീതിയിലൊക്കെ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ. കാര്യം നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വേണ്ട എന്താ, ജോലിയാണ്. ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡും നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്തതാണ് റിക്രൂട്ടിംഗ് ഏജൻസീസ്. അത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഒരുപാട് സ്കാമിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന ആദ്യത്തെ 2 രീതി നിങ്ങൾ നോക്കിയിട്ടൊന്നും നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഏജൻസി, അതായത് റിക്രൂട്ടിംഗ് ഏജൻസി ത്രൂ നിങ്ങൾ പോകാൻ ശ്രമിക്കാവൂ. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ വെൽ പ്രിപ്പയർ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ഉത്തരം പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ടെൽ മീ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യുവർ സെൽഫ് നിങ്ങൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനെ കൊണ്ടുള്ളൊരു കഴിവുണ്ടാവണം. അതുപോലെ തന്നെ ബി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവറിന് മുന്നിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനെ കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം. ഞാൻ ഈ എങ്ങനെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് മുമ്പ് പ്രീ പ്ലാൻ ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ അതുപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 6. പിന്നെ കഴിവതും നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ വെൽ ഫോർമൽ ഡ്രസ്സായിട്ടൊക്കെ പോവുക. ഡ്രസ് കോഡൊക്കെ അവർ ശ്രദ്ധിക്കും. ഫോർമൽ ഡ്രസ്സായിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാക്ടിക്കൽ ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്കിൽഡ് ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വെൽ പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാൻ. അടുത്തത് സ്റ്റെപ്പ് 7 ആഫ്റ്റർ സെലക്ഷൻ. അതായത് നിങ്ങൾക്കൊരു ജോലി കിട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വിസ ആൻഡ് വർക്ക് പെർമിറ്റ് എന്നുള്ളതാണ്. നമുക്ക് 2 തരത്തിലുള്ള വിസകൾ നമുക്ക് ചെയ്യാം. അതായത് ഒന്ന് നിങ്ങൾക്ക് റെസിഡൻസി വിസ, അതായത് നിങ്ങൾക്കൊരു ഇവിടെ ആരും നിങ്ങളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസോ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹയർ ചെയ്യുന്ന എംപ്ലോയർ, അതായത് ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ പ്രൊവൈഡ് ചെയ്യും. അതല്ല, രണ്ടാമത് നിങ്ങൾക്ക് വേറൊരു വിസ രീതിയുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു നിലവിൽ വിസ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ
നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. സ്പൗസ് വിസയിൽ, ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, അങ്ങനെ വരുന്ന വിസയിലുള്ളവർക്ക് ഇവിടെ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. കാര്യം എംപ്ലോയർക്ക് നിങ്ങൾക്ക് വിസ തരേണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് മാത്രം അല്ലെങ്കിൽ ലേബർ കാർഡ് മാത്രം നിങ്ങൾക്ക് എടുത്തു തന്നാൽ മതി. അതുകൊണ്ട് തന്നെ സ്പൗസ് വിസയിലുള്ള, അതായത് ഓൺ വിസയിലുള്ള ആളുകൾക്ക് ഇവിടെ വളരെ ഡിമാൻഡാണ്. പിന്നെ അതുപോലെ ഫ്രീലാൻസ് വിസ ഉണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാണ്. ഇനീഷ്യലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രീലാൻസ് വിസയിലോട്ടൊക്കെ പോവാതിരിക്കുന്നതായിരിക്കാം നല്ലത്. കുറച്ച് നിങ്ങളിവിടെ വന്നൊരു എംപ്ലോയർ വിസയിലൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾ കുറച്ച് ക്യാഷൊക്കെ ആയി നിങ്ങളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് വിസയിലോട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസയിലോട്ട് പോകുന്നതായിരിക്കാം നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതാണ് മെഡിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. നിങ്ങൾ ഈ മെഡിക്കൽ ഫിറ്റ്നസ് വേണ്ടത് നിങ്ങളുടെ മെഡിക്കൽ ബ്ലഡ്, നിങ്ങളുടെ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുക്കും. ഇവിടെ മെയിനായിട്ടും നോക്കുന്നത് HIV TB ഈ 2 അസുഖങ്ങളുണ്ടോ എന്നാണ്. ഈ 2 അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ അൺഫിറ്റ് ആയിരിക്കും, നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ കയറി പോകേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം മെഡിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബയോമെട്രിക് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആധാർ കാർഡൊക്കെ പോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ UAEയുടെ കാർഡാണ്, നാഷണൽ ID ആണ്, എമിറേറ്റ്സ് ID എന്ന് പറയും. ഈ എമിറേറ്റ്സ് ID ആണെങ്കിൽ, ഈ എമിറേറ്റ്സ് ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആധാർ കാർഡൊക്കെ പോലുള്ള നല്ല പവറാണ്. എമിറേറ്റ്സ് ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാങ്ക് ഓപ്പണിംഗ് ചെയ്യാനോ ഒരു ലൈസൻസിൻ്റെ കാര്യങ്ങൾക്കോ എന്ത് കാര്യങ്ങൾക്കും A to Z, ഈവൻ ഒരു സിം എടുക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് എമിറേറ്റ്സ് ID ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ എമിറേറ്റ്സ് IDക്ക് നിങ്ങളുടെ ബയോമെട്രിക് ആണ്, നിങ്ങളുടെ ബയോമെട്രിക് ചെയ്യണം. അത് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ ടെസ്റ്റിന് പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബയോമെട്രിക് എടുക്കും. വൺസ് നിങ്ങൾ ബയോമെട്രിക് എടുത്താൽ നിങ്ങൾ എത്ര വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോമെട്രിക് വേണ്ട, പക്ഷെങ്കിൽ മെഡിക്കൽ എടുക്കേണ്ടി വരും. പക്ഷേ ബയോമെട്രിക് നിങ്ങൾ വൺസ് എടുത്താൽ അതെടുത്താണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് അക്കോമഡേഷൻ സെറ്റിംഗ്സ്. അതായത് ചില ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ക്ലിനിക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലും ക്ലിനിക്കിനും അടുത്തുള്ള ഏരിയയിൽ നിങ്ങളൊരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യണം. ഇവിടെ കൂടുതലും ബെഡ് സ്പേസുകളാണുള്ളത്. ഒരു 600 മുതൽ 1000, 1100 റേഞ്ചിലൊക്കെയുള്ള ബെഡ് സ്പേസുകളുണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനും നിങ്ങളുടെ സൗകര്യത്തിനും അനുസരിച്ചുള്ള ബെഡ് സ്പേസ് കണ്ടെത്തി നിങ്ങൾ അങ്ങോട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ അതിനുള്ള മറുപടികളൊക്കെ തരാം. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ടും അടുത്ത ഒരു പ്രൊഫൈലിൻ്റെ ഒരു വീഡിയോയുമായിട്ടും വരാം. അതിനുമുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ UAEയിൽ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനെ കൊണ്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും മാ സലാമ. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.